അങ്ങനെ ചർച്ചയിലേക്ക് പോയില്ല. രാജ്യസഭ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. ലോക്സഭാ സീറ്റുകൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. 1-2 ദിവസത്തിനകം അക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അത് സമരാഗ്നി യാത്ര നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഒരു സ്ഥലത്ത് ഇരുന്ന് കുറേ സംസാരിക്കാനുള്ള നേരം കിട്ടുന്നില്ല. പിന്നെ മാത്രമല്ല, എലക്ഷൻ്റെ ഡേറ്റ് പോലും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അതിനുള്ള യോഗ്യത CPIക്ക് 4 സീറ്റ് കൊടുക്കുന്ന സ്ഥിതിക്ക് ശരിക്കും പറഞ്ഞാൽ ലീഗിന് 5-6 ചോദിക്കുന്നത് ഒരു തെറ്റുമില്ല. അവർ കിട്ടിയ സീറ്റിൽ ആളെ അന്വേഷിച്ച് നടക്കുക. തിരുവനന്തപുരത്ത് ആളെ കിട്ടുന്നില്ല. CPIക്ക് പിന്നെ അവർക്ക് ദേശീയ നയം എല്ലായിടത്തും ഒരു പ്രോ കോൺഗ്രസ് ആയതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ വിമർശിക്കാത്തത്. ഒരു സീറ്റ് കിട്ടിയിട്ട് സീറ്റിലേക്ക് ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അതും കേരളം പോലത്തെ ഒരു സ്റ്റേറ്റിൽ. അപ്പോൾ അങ്ങനെ അവർക്ക് 4 കൊടുത്ത സ്ഥിതിക്ക് ലീഗ് പറഞ്ഞ് ശരിയാ, ഞങ്ങൾക്ക് 5-6 സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്ന്. അതാണ് അദ്ദേഹം തങ്ങൾ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഞാൻ പറഞ്ഞ ഇപ്പോൾ ചർച്ച നടക്കുകയാണ്, തീരുമാനമായിട്ടില്ല. ആവുമ്പോൾ നിങ്ങൾ അറിയിക്കുകയല്ലോ. ഈ സമരാഗ്നി 29 കഴിയുമ്പോഴത്തേക്ക് ഒരു തീരുമാനം വരും തീർച്ചയായിട്ടും. അതിന് മുമ്പ് തന്നെ തീരുമാനം ഉണ്ടാക്കാനും പാർട്ടി സ്ഥാനാർത്ഥികൾ ഇപ്പോൾ ഏതാണ്ട് CPIയുടെ ഓരോ സ്ഥലത്തുനിന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങളിപ്പോൾ കുറച്ച് പേര് ഉണ്ടല്ലോ. അല്ല, എല്ലാ കാര്യങ്ങളിലും എല്ലാ ഭാഗത്തും വിട്ടുവീഴ്ച ഉണ്ടാകും. ഞങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണ്? ഞങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്യുന്നവരാ. UDFൽ എല്ലാവരും. അല്ല, വിട്ടുവീഴ്ച അദ്ദേഹം പറഞ്ഞ പാർട്ടി അഭിപ്രായമല്ലേ. KPC പ്രസിഡന്റ് പറഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് വേറെ ആളുടെ അഭിപ്രായം ചോദിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞ് ഞങ്ങളും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ്. അത് ഞങ്ങളുടെ ലൈനാണത്. 18 MPമാരും മത്സരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും വിട്ടുവീഴ്ചയുടെ സാധ്യത കാണുന്നില്ലല്ലോ. അല്ല, അതിനൊക്കെ എല്ലാം സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾക്കുള്ള ഒരു ആകാംക്ഷ ഞങ്ങൾക്കില്ല. കാരണം എന്താ വെച്ചാൽ സെറ്റിൽ ചെയ്യാൻ കഴിഞ്ഞ് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ ലോക്സഭാ സീറ്റ് ഇല്ലെങ്കിൽ മറ്റെങ്ങനെയായിരിക്കും ലീഗിനെ സെറ്റിൽ ചെയ്യുന്നത്? അല്ല, അത് സംസാരിക്കുകയല്ലേ. സംസാരം കഴിയുമ്പോൾ നിങ്ങൾ അറിയിക്കാം.